ഈ ഡാൻസിനോടുള്ള ഒരു പാഷൻ എങ്ങനെയാ വരുന്നത്? അതെന്റെ ഒരു 3.5 വയസ്സ് തൊട്ട് എനിക്കിങ്ങനെ സ്കൂളിൽ വേറെ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഡാൻസും കൊണ്ടുപോയി ചേർത്തിട്ട് പിന്നെ അതായിരുന്നു ലൈഫ്. ഡാൻസ് തന്നെയാ, ഡാൻസ് വിട്ടൊരു ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. നമ്മള് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് ഭയങ്കര ഒരു അഴക് എനിക്കറിയില്ല, എനിക്കും ഡാൻസിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിരുന്നു ഡാൻസ് കളിക്കും, പ്രത്യേകിച്ച് ക്ലാസിക്കലൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഇപ്പൊ ഡാൻസിന്റെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് വെച്ചിട്ടുണ്ട്? ശോഭന മാം, വിനിച്ച രണ്ടുപേരും. അത് ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരാണ്. നമുക്കിപ്പോ മലയാള സിനിമ എടുത്തു നോക്കുമ്പോഴും ഇവർ രണ്ടൊരു ഡാൻസർ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരും. ഡാൻസർ എന്ന് പറയുമ്പോൾ ഇവരാണ് മൈൻഡിലോട്ട് വരിക. അപ്പൊ ഇനി ലൈക്ക് ഫ്യൂച്ചർ പ്രൊജക്ട്സ് അങ്ങനെ എന്തൊക്കെയാണ്? 1-2 സംസാരിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല. മൂവിയുടെ കാര്യമല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ മൂവി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇനി ആരെങ്കിലും ഒപ്പം അഭിനയിക്കണം എന്ന ആഗ്രഹം? എനിക്ക് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട്. സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, സുരേഷേട്ടന്റെ കൂടെ അഭിനയിക്കണം നല്ല ആഗ്രഹം. ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ലാലേട്ടൻ? ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏത്? ലാലേട്ടന്റെ കമലദളം. പറയാനാണെങ്കിൽ ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ. അപ്പൊ ലാലേട്ടനും ഒരു ഭയങ്കരമായിട്ട് ഒരു ബെസ്റ്റ് ഡാൻസർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരാളാണ്. കമലദളം കണ്ടപ്പോഴും ആ ഡാൻസ് കളിക്കുന്ന സീൻസ്, അത് ആൾക്ക് ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി അറിയില്ല. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കണ്ടുവരുന്നല്ലേ ലാലേട്ടന്റെ മൂവീസ് കണ്ടുണ്ട് മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ ധ്യാൻ ശ്രീനിവാസൻ കോളേജ് മീറ്റ്, സ്കൂൾ മീറ്റ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആൾ? അപ്പോഴും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിയൊക്കെ കോമഡി ആയിരുന്നു അപ്പോഴും. പക്ഷെ എന്താണ് ഞാൻ കൂടുതൽ പറഞ്ഞത്, അപ്പൊ ചെറുതായിരുന്നു പഠിക്കുമ്പോ. ഞാനൊരു UKG തൊട്ട് എന്റെ കൂടെ പഠിച്ച ഒരാളാണ്, സെയിം ക്ലാസ് ആയിരുന്നു. അല്ല, ഇപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ ധ്യാൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കൗണ്ടറിന്റെ ഇന്റർവ്യൂസ്, അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ പിന്നീട് കാണുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ കാണിക്കുമ്പോ തോന്നാറുണ്ടോ പണ്ടും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ? രസമല്ലേ? അത് റിയൽ ലൈഫിൽ ആളോ അങ്ങനെ ആണോ? ഏകദേശം അങ്ങനൊക്കെ തന്നെ. കാരണം ഇപ്പൊ ശ്രീനിവാസ് സാറിനെ വെച്ച് നോക്കുമ്പോൾ ആളും ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ റിയൽ ലൈഫിലും അവർ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ സിനിമ സെപ്റ്റംബർ 19 റിലീസ് ആവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ജെറിയുടെ ആൺമക്കൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ട, പ്രത്യേകിച്ച് പ്രവാസികൾക്കും നാട്ടിൽ നിൽക്കുന്ന ഭാര്യമാർക്കും. അപ്പം സെപ്റ്റംബർ 19 റിലീസ് ആവാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ. ഐശ്വര്യം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.